നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ഇൻഡോ പാക് യുദ്ധം ഒരു സുനാമി പോലെ വന്നിട്ട് വെറും ഓളമായിട്ട് തീർന്നുപോയി. ദ ഹൈപ്പ് ജനറേറ്റഡ് ഇൻ ദ കൺട്രി വാസ് അൺപ്രസിഡൻറ്റഡ്. ഇതിനു മുമ്പ് ഒരിക്കലും ഇതുപോലൊരു ഹൈപ്പ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഈവൻ 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഇത്രയൊരു പെരുമ്പറക്കൊട്ടില്ലായിരുന്നു. പുൽവാമയിലെ CRPF ജവാന്മാരുടെ ബസ് ബോംബ് പൊട്ടിച്ച് തകർത്ത് കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞ് തിരിച്ചടി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴും ഇതുപോലൊരു കോലാഹലമില്ലായിരുന്നു. ഇപ്പോൾ ഈ കോലാഹലം എന്തിനുണ്ടാക്കി എന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം ഒരു 6 മാസമേലും നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോകമഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയത്. കംപ്ലീറ്റ് ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്തു. അവധിക്ക് പോയവരെയൊക്കെ തിരിച്ചു വിളിച്ചു. ഈവൻ എന്തിന് ശൂന്യാകാശത്ത് പോകാനുള്ള ട്രെയിനിങ്ങിന് റഷ്യയിൽ പോയ ഒരു പൈലറ്റിനെ പോലും തിരിച്ചു വിളിച്ചു. പാരാമെഡിക്കൽ ഫോഴ്സസിനെ മൊത്തം മൊബിലൈസ് ചെയ്തു. ടെറിട്ടോറിയൽ ആർമിയെ പോലും തയ്യാറെടുക്കുന്നു. ഇതൊന്നും ഒരു സ്ട്രൈക്ക് 1 or 2 days സ്ട്രൈക്കിന്റെ ആവശ്യമില്ല. 72 hours ടോട്ടൽ ഓപ്പറേഷൻ നീണ്ടു നിന്നു. പിന്നെ ഈ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നേടിയതെന്തോ? ഈ 72 hours വാറിൽ വി ഹാവ് നോട്ട് അച്ചീവ്ഡ് എനിത്തിങ്. പ്രൈം മിനിസ്റ്റർ ഇന്നലെ രാഷ്ട്രത്തോട് പറഞ്ഞ് ഞങ്ങൾ അത് ചെയ്ത് ഞങ്ങൾ തീവ്രവാദ ക്യാമ്പുകൾ തകർത്തു, അവർക്ക് ഇതുവരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത യുദ്ധതന്ത്രങ്ങൾ നടത്തി, ഈ തീവ്രവാദ ക്യാമ്പുകളൊക്കെ ആക്രമിച്ചു. അത് ശരിയാ. പക്ഷെ കിട്ടിയത് എന്തായാലും പ്രതിഫലമായിട്ട് 100 തീവ്രവാദികളെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നു. ഈ 100 എന്നുള്ള റൗണ്ട് ഫിഗർ തന്നെ ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫിക്ടീഷ്യസ് നമ്പർ. 15 ദിവസം കഴിഞ്ഞ് ഒരു തിരിച്ചാക്രമണം ഉണ്ടാവുമെന്ന് അറിയാവുന്ന ഏതെങ്കിലും തീവ്രവാദി ആ ക്യാമ്പിൽ താമസിക്കും. 2019 നമ്മൾ 12 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ച്, അതും ബാലക്കോട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പ്. അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു ഏത് ക്യാമ്പിൽ തിരിച്ചടിക്കുമെന്ന് തന്നെ ഷുവറില്ലായിരുന്നു. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തിരിച്ചടിക്കുമെന്നും അറിയത്തില്ലായിരുന്നു. തിരിച്ചടിച്ചാൽ എവിടെ അടി കിട്ടും എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ട് ധാരാളം ക്യാമ്പുകൾ ഒഴിഞ്ഞു പോകാൻ അവർക്ക് പറ്റിയില്ല. അന്ന് ഏതാണ്ട് 300-350 തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത്. ഇന്ന് രാജ്യമെമ്പാടും കാഹളം മുഴക്കി യുദ്ധത്തിന് പോയിട്ട് 100 പേരെ കിട്ടിയിട്ടുള്ളൂ. 100 പേരും തീവ്രവാദികളാണ് ആകാൻ ഒരു സാധ്യതയില്ല. അതിൽ ഒരു തീവ്രവാദി പോലും കാണും. ഇനി അഥവാ അവിടെ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ നേരത്തെ തന്നെ വല്ല മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുമായിരിക്കും. ഇത്രയും കോലാഹലം കഴിഞ്ഞ് 100 പേരെ കിട്ടുക, എന്തുകൊണ്ട് ഈ കാലതാമസം വന്നാണ് അവിടെ പറ്റിയത്. അപ്പം വേണ്ടിയിരുന്ന എന്തുമായിരുന്നു, വിത്തിൻ ദാറ്റ് ഡേ ഇറ്റ്സെൽഫ്, അതായത് ഏപ്രിൽ 22 രാത്രിക്ക് തിരിച്ചടിക്കണമായിരുന്നു. ഒരു 1000കണക്കിന് തീവ്രവാദികളെ കിട്ടിയിട്ടുണ്ട്. 10-25 ക്യാമ്പിൽ ആക്രമിച്ചിരുന്നെങ്കിൽ 1000-ൽ കൂടുതൽ തീവ്രവാദികളെ കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം അവർക്ക് ഇഷ്ടം പോലെ വാണിംഗ് കിട്ടി. അപ്പോൾ ഈ തീവ്രവാദികളെ കൊല്ലുന്നേക്കാളും ഉദ്ദേശം ഉണ്ടായിരുന്ന വേറെന്തിനുമാണ്. ഈ യുദ്ധത്തിൻ്റെ പുറപ്പെട്ടതിൻ്റെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്താണെന്ന് പുറമെ പറഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ കൊല്ലുക, തീവ്രവാദികളുടെ ക്യാമ്പ് നശിപ്പിക്കുക. അത് അച്ചീവ്ഡ് മിനിമം, നത്തിങ്. വേറെന്തേലും രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൈം മിനിസ്റ്റർക്ക് അറിയത്തുള്ളൂ. മിക്കവാറും ഈ ഹൈപ്പ് ഒരു വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കി ജനങ്ങളൊരു പാനിക്കും ഒരു അവയർനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഈ ടെമ്പോ അടുത്ത ഇലക്ഷൻ വരെ അങ്ങ് നീണ്ടുപോകാം. ഈ ബ്ലാക്ക് ഔട്ട്, സിവിൽ ഡിഫൻസ്, മോക്ക് ഡ്രിൽ, ഇതൊക്കെ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പാകിസ്ഥാൻ ഇതൊരു വൻ തിരിച്ചടി പ്രതീക്ഷിച്ച് അവർ തുടങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇതൊക്കെ മുൻകരുതൽ എന്നോണം എടുത്തത് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി.
ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുമ്പിൽ 100 വർഷങ്ങൾക്ക് മുമ്പിലുള്ള യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് പൈലറ്റുമാരും ചേർന്ന് കഴിഞ്ഞാൽ അവർ കണ്ണുകൊണ്ട് ടാർഗറ്റ് നോക്കിയിട്ടാണ് മിസൈല് ബോംബോ ഇടുന്നത്. അല്ലെങ്കിൽ ഫോർവേഡ് ഒബ്സർവേഷൻ പോസ്റ്റ് എന്നും പറഞ്ഞ് ഉണ്ട്. അവിടെ ആൾ നിന്ന് നിരീക്ഷിച്ച് ബൈനോക്കുലറിലൊക്കെ ഒരു നോക്കിയിട്ട് ഇറ്റൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിലറി ഫയറൊക്കെ ആയി. ഇപ്പോൾ കാലമൊക്കെ പോയി. ഇപ്പൊ എവറിതിങ് ഓൺ GPS ആൻഡ് ജിയോ കോർഡിനേറ്റ് ബേസ് ആയിട്ട് കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ആണ് മിസൈലും റോക്കറ്റൊക്കെ അയക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആയാലും അതെ, ഓർഡിനറി മിസൈൽ ആയാലും അതെ, ആർട്ടിലറി ഫയർ ആണെങ്കിലും അതെ. വിമാനത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ബോംബ്സും അങ്ങനെയാണ്. കമ്പ്യൂട്ടർ കൺട്രോൾ. കമ്പ്യൂട്ടർ കൺട്രോൾ ഇത് ചെയ്യുന്ന നേരത്തെ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് ഫീഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ നേരത്തെ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നിടത്ത് ഈ രാത്രിക്ക് ലൈറ്റ് കിടന്നു എന്താ കുഴപ്പം? രാത്രിയിലെ ലൈറ്റിന് ആരെങ്കിലും ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ഇതൊക്കെ സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫൊക്കെ നേരത്തെ എടുത്തു വെച്ചിരിക്കും. അത് പകലെടുക്കുന്ന സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ് ആയിരിക്കുമല്ലോ രാത്രിയേക്കാളും ബെറ്റർ. അപ്പൊ ഇതൊക്കെ ഒരു ഹൈപ്പ്, ഒരു വാർ ഹിസ്റ്റീരിയ ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട. അത് സക്സസ് ആയി. പാകിസ്ഥാനെ അവരുടെ മുട്ടയിൽ കൊണ്ടുവന്നു, ആധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അവർ കണ്ടമാനം ഭയപ്പെട്ടു. അതുകൊണ്ടാണ് അവർ അമേരിക്കയെയും സൗദി അറേബ്യയെയും ഇറാനെയും UAE-യിലുള്ള മന്ത്രിമാരെയൊക്കെ ഇന്ത്യയിലോട്ട് അയച്ചത് സമാധാനം അഭ്യർത്ഥിക്കാൻ വേണ്ടി. പക്ഷേ ഇത് എൻഡ് ചെയ്ത രീതി, ഇത് പത്തി ആരുടെ പൊട്ടി നടുവ് ആരുടെ ഒടിഞ്ഞു എന്നുള്ളതാണ് തർക്ക വിഷയം. ഈ തുടങ്ങിയ ഉടനെ തന്നെ ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ 3-4 ഭൂചലനങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ഇത് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടന്നപ്പോൾ ഇറാനിലും അങ്ങനെ 2-3 ഭൂചലനങ്ങളുണ്ട്. ഭൂചലനങ്ങൾ തീർച്ചയായിട്ടും അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ ആയിരിക്കും. അപ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷിച്ചു ഇതിൻ്റെ ഇടയ്ക്ക്. അമേരിക്കയ്ക്ക് എന്തോ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് മുഖാന്തരമാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിനെ വിളിച്ച് ഉടനെ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്തായിരുന്നു നമ്മുടെ അടുത്ത വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം നാച്ചുറലി ഇന്ത്യ ആറ്റം ബോംബ് ഉപയോഗിക്കും എന്നുള്ളൊരു ഭീഷണി ഇല്ല. നമുക്ക് ആറ്റം ബോംബ് ഇല്ലാതെ തന്നെ പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ന്യൂക്ലിയർ ഭീഷണി ആരുടെ വകയായിരുന്നു? പാകിസ്ഥാൻ്റെ വക. അപ്പോൾ അവർ സാമ്പിൾ വെടിക്കെട്ട് നടത്തി അവിടെ. അത് കഴിഞ്ഞ് അമേരിക്കയോട് പറഞ്ഞു കാണും, അല്ലെ അമേരിക്ക മനസ്സിലാക്കി കാണും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാനുള്ള ഡിസ്കഷൻ അവിടെ നടന്നു കാണും. ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകളെ ഓർത്തിട്ടായിരിക്കും അമേരിക്ക ഇതിൽ ഇടപെട്ടതും മോദിയോട് പറഞ്ഞതും യുദ്ധം നിർത്തിയതും. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം എന്തുവാ? അവരുടെ ന്യൂക്ലിയർ ഭീഷണി അഥവാ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നമ്മൾ വഴങ്ങിക്കൊടുത്തു. അതുകൊണ്ട് ഇനി മേലിൽ ഭാവിയിൽ ഒരിക്കലും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ഉയർത്തെഴുന്നേറ്റ് അടിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു തവണ നമ്മൾ സറണ്ടറായി. അപ്പോൾ അടുത്ത തവണ അവരെ ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സറണ്ടറായേ പറ്റത്തുള്ളൂ. അപ്പം ഇത് നടുവൊടിഞ്ഞു പോയത് ഇന്ത്യയുടെയാണ്. നമ്മൾ കാര്യം അവരുടെ പത്തിക്കിട്ട് അടിച്ചു, നടുവൊടിഞ്ഞു പോയി. ഇനി നമുക്കിനി പൊങ്ങി മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കാശ്മീർ തീവ്രവാദി ആക്രമണം കൂടും. കഴിഞ്ഞ 5 വർഷത്തെ എടുത്ത് നോക്കിക്കോ, ഇനി അടുത്ത വരാനിരിക്കുന്ന 5 വർഷത്തെ ഗ്രാഫ് നോക്കി, തീവ്രവാദി ആക്രമണം കൂടുകയും ചെയ്യും, നമ്മുടെ പ്രതികരണം കുറവുമായി. കാരണം ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് മെയിലിന് വിധേയപ്പെട്ടു. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ പരിണമിച്ചത് വന്നുകൊണ്ടാണ് ഇതിനെ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആക്രമിച്ചു, അവരുടെ വിമാനത്താവളങ്ങൾ നശിപ്പിച്ചു, തീവ്രവാദ ക്യാമ്പ് നശിപ്പിച്ചു എന്നൊക്കെ വീരവാദം പറയുന്നു. വിമാനത്താവളത്തിൽ കുറച്ച് മിസൈലും ബോംബൊന്നും വീണാൽ വിമാനത്താവളം തീരത്തില്ല. അത് 10,000 ഏക്കർ സ്ഥലത്തോളം വിസ്തൃതി കിടക്കുന്നതാണ്.
ഒരു ബോംബ് പോയി വീണാൽ മാക്സിമം 1 ഹെക്ടർ സ്ഥലത്ത്, ഒരു 10,000 സ്ക്വയർ മീറ്ററിൽ 1 ഹെക്ടർ സ്ഥലത്തിൻ്റെ ഡാമേജ് അവിടെ വരത്തുള്ളൂ. ഇപ്പോൾ റൺവേ തന്നെയാണ് 10,000 അടി നീളം ഉണ്ടെങ്കിൽ ഒരു 200 അടി ഡാമേജ് ആയാലും വിമാനങ്ങൾ പൊങ്ങി പറക്കുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യാം. ഒരു റൺവേ മൊത്തം തീർക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 50 മിസൈലോ ബോംബോ അവിടെ പല സ്ഥലത്തായിട്ട് പല ലെന്തിലായിട്ട് ഇടണം. അത്രയും നമ്മൾ ഇട്ടിട്ടില്ല. ഒരു സ്ഥലത്ത് 4 or 5 ബോംബ് വീണ് തകർത്തു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ദേ ക്യാൻ സ്റ്റിൽ ഓപ്പറേറ്റ് ദാറ്റ് എയർപോർട്ട്. പിന്നെ തീവ്രവാദി കേന്ദ്രം നശിപ്പിച്ചു. അത് ബ്രിക്ക് ആൻഡ് മോട്ടർ കൊണ്ട് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ടോ ടെൻറ്റ് കൊണ്ടോ ഉണ്ടാക്കിയ താവളം നശിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവർക്കത് റീബിൽഡ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? അതിന് പണമാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. IMF 5,000 കോടി രൂപ ഉടനെ സാങ്ഷൻ ചെയ്ത് കൊടുത്തു യുദ്ധം നയിക്കാൻ. അതാണ് പാകിസ്ഥാനെ നമ്മൾ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ട്. അവരൊറ്റപ്പെട്ടു. അവർക്ക് അനുകൂലമാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഇൻക്ലൂഡിങ് റഷ്യ എന്നും പറയാം. പാർട്ടിയിലേ ഉള്ളൂ. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരിക്കലും മുന്നോട്ട് പോകരുതെന്നാണ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ താല്പര്യം. അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഒരിക്കലും മുന്നേറരുത്. ഇന്ത്യ മുന്നോട്ട് ഒറ്റയ്ക്ക് കുതിച്ച് പോകാണ്ടിരിക്കാനാണ് പാകിസ്ഥാനെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള രാജ്യമാക്കിയത്. ഈ ഇറാഖും ഇറാനും ഒക്കെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിന് വെസ്റ്റേൺ കൺട്രീസ് എതിർക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാന് അങ്ങനെ ഉണ്ടാക്കിയ കാലത്ത് എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പം അവരുടെ പണ്ടേ തൊള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു അജണ്ടയാണ് ഇന്ത്യനെ അധികം വളരാൻ അനുവദിക്കരുത്. അതാണ് ഇപ്പോഴത്തെ യുദ്ധവിരാമത്തിലും വന്നിരിക്കുന്നത്. ഇന്ത്യയെ അജയ്യനാക്കാണ്ടിരിക്കാനുള്ള തന്ത്രമായിരുന്നു പാകിസ്ഥാനും അമേരിക്കയും കൂടിയുള്ളൊരു ഗൂഢാലോചന. ന്യൂക്ലിയർ വെപ്പൻ്റെ അണ്ടർഗ്രൗണ്ട് ടെസ്റ്റിംഗ് നടത്തുന്നു, എന്നിട്ടൊരു റിപ്പോർട്ട് വരുന്നു, അവരിപ്പം ന്യൂക്ലിയർ ബോംബ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ ഇന്ത്യ തിരിച്ചുപയോഗിക്കും. അങ്ങനെ യുദ്ധം എസ്കലേറ്റ് ചെയ്യും, ധാരാളം നിരപരാധികൾ മരിക്കും. ഇങ്ങനെയുള്ളൊരു കോൺകോക്റ്റഡ് സ്റ്റോറി കാര്യമായിട്ടും ഉണ്ടാക്കി. അതിൽ നമ്മൾ സിംപിളി ലൈക്ക് എ സിറ്റിംഗ് ഡക്ക് വീണു. പക്ഷെ അതുകൊണ്ട് രാജ്യത്തിനാണ് ഓട്ടം പറ്റിയത്. ഇനി 50 കൊല്ലോ 100 കൊല്ലോ കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ അവർ പറയും, ഇന്നത്തെ 2025 മെയ് മാസം ഓർക്കുന്നുണ്ടോയെന്ന് ചോദിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബംഗ്ലാദേശിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അടിയറവ് പറഞ്ഞത് ഭാരതത്തിൻ്റെ മൊത്തം നഷ്ടമായിപ്പോയി. മോദിയുടെ ജയമാണ്. മോദി പോപ്പുലറായിട്ട് ആൾക്കാർ ഹിസ്റ്റീരിയ കൊണ്ട്, വാർ ഹിസ്റ്റീരിയ കൊണ്ട് അങ്ങോട്ട് ഇളക്കി മറിച്ചു. ജനങ്ങളൊക്കെ വിചാരിച്ച് ഇപ്പോൾ പാകിസ്ഥാനെ അങ്ങോട്ട് വീഴുമെന്ന്. അപ്പം ഈ ഹിസ്റ്റീരിയയും കൊണ്ട് അടുത്ത ഇലക്ഷൻ വരെ മോദിക്ക് പോകാം, അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതൊന്നുമില്ലാതെ പുൽവാമ ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാലക്കോട്ട് തിരിച്ചടിച്ച പോലെ അന്ന് രാത്രി തന്നെ വിമാനം ഉപയോഗിച്ച് 10-20 ക്യാമ്പ് ആക്രമിക്കായിരുന്നു. ഒരു 1000-ൽ പരം തീവ്രവാദികളെ കിട്ടുമായിരുന്നു. പാകിസ്ഥാൻ പിന്നെ തിരിച്ച് അടിക്കത്തുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസത്തെ ആക്രമണം നമ്മൾ നിർത്തി. അപ്പൊ ഈ ജനങ്ങളിലോട്ട് ഇതങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ പറ്റിയ എയർഫോഴ്സിന് തിരിച്ചടിക്കാൻ ഒരു 3-4 മണിക്കൂറത്തെ പ്രിപ്പറേഷൻ മതി. ഈ ടാർഗറ്റുകളൊക്കെ അന്നേരം തീരുമാനിക്കുന്നതല്ല. ഇതൊക്കെ വർഷങ്ങളായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. ആയിരക്കണക്കിന് ടാർഗറ്റുകൾ എല്ലാ രാജ്യങ്ങളും. യുദ്ധം വന്നാൽ എവിടെ അറ്റാക്ക് ചെയ്യണം, എവിടെ പ്രതിരോധിക്കണം എന്നുണ്ട്. ഇതിലൊരു 1% മാറ്റം വരത്തും. അപ്പം അങ്ങനെയുള്ളപ്പം തിരിച്ച് അന്ന് രാത്രി അടിക്കാൻ പറഞ്ഞാൽ അന്ന് രാത്രി അടിച്ചേനെ പാകിസ്ഥാൻ്റെ തീവ്രവാദത്തിൻ്റെ നട്ടെല്ലൊടിഞ്ഞു പോയി. അതിന് പകരം ഒരു 10-15 ദിവസം ഇവിടെ ഭയങ്കര ട്രംപ് ചണ്ട പൊട്ടിക്കൊണ്ട് പ്രചാരണം നടത്തി, ഞങ്ങളിപ്പം തിരിച്ചടിക്കും, ഇപ്പം പാകിസ്ഥാനെ ആക്രമിക്കുമെന്നും പറഞ്ഞു. തീവ്രവാദികൾ അവരുടെ വഴിക്ക് പോയി. നമ്മുടെ പ്രധാനമന്ത്രി ആദംപൂർ എയർഫീൽഡിൽ ചെന്ന് കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങളാണ്: ആണവ ഭീഷണിക്ക് വഴങ്ങുകയില്ല, തീവ്രവാദം വെച്ച് പൊറുപ്പിക്കുകയുമില്ല. അപ്പോൾ ഇതിൽ പറയാതെ പറഞ്ഞത് ആണവ ഭീഷണി ഉണ്ടായെന്നാണ്.
അതാണ് ആണവ ഭീഷണിക്ക് വഴങ്ങുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ് അമേരിക്കയ്ക്ക് കിട്ടിയ രഹസ്യമായ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു. അവർ 2-3 ഭൂഗർഭ പരീക്ഷണങ്ങൾ ഇൻ ക്വിക്ക് സക്സഷൻ നടത്തി. ഇപ്പൊ പാകിസ്ഥാനിൽ മുഴുവൻ ആണവ പ്രസരണമാണെന്നാണ് പറയുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യൻ സേനയുടെ കരുത്താണ് പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത്. പാകിസ്ഥാൻ വെടി നിർത്താൻ പാകിസ്ഥാൻ വെടിവെപ്പ് ആരംഭിച്ചില്ല. വെടിവെപ്പ് ആക്രമണം ആരംഭിച്ചത് ഇന്ത്യയാണ്. അപ്പോൾ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചെന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല. സുയോമോട്ടോ ആരംഭിച്ച ഇന്ത്യ തന്നെ സുയോമോട്ടോ നിർത്തിയാലും മതിയായിരുന്നു, വിത്തൗട്ട് എനി മെഡിയേഷൻ. പിന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു പാകിസ്ഥാനോ ഇന്ത്യ പുതിയൊരു ലക്ഷ്മണ രേഖ വരച്ചു. ഇത്തരം വീരവാദങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ലക്ഷ്മണ രേഖ വരച്ചത് പാകിസ്ഥാനാണ്. അവരാണ് ആണവബോംബ് എന്നുള്ള ലക്ഷ്മണ രേഖ എടുത്ത് കാട്ടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയത്. അല്ലെ ഇന്ത്യയല്ല, അത് അമേരിക്ക വഴി ഇന്ത്യയെ ധരിപ്പിച്ചു. അപ്പൊ ലക്ഷ്മണ രേഖ വരച്ചതാരാ? പാകിസ്ഥാനാണ്. ഈ പറയുന്നതൊക്കെ കൺസ്യൂം ചെയ്യാൻ കുറെ ആൾക്കാർ കാണും, പക്ഷെ നമ്മൾ ഇതിനെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ എന്ന് നോക്കണം, 2 ഡയമെൻഷനല്ല. അപ്പോഴാണ് ഇതിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. ഈ പറഞ്ഞതിന്റെ പൊള്ളത്തിൽ ഇതൊരു തരം വീരവാദം അടിക്കുന്നതേ ഉള്ളൂ. ആക്രമണമൊക്കെ നടത്തിയതും നമുക്കായിരുന്നു മുൻകൈ എന്നുള്ളതും സംശയമൊന്നുമില്ല. പാകിസ്ഥാനെ നേരിടാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവർ ആണവായുധം ഉപയോഗിച്ചു എന്നുള്ള ഭീഷണി മുഴക്കിയത്. കൂടാതെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് പ്രകോപനമുണ്ടായാൽ ഇനിയും തിരിച്ചടിക്കും. പ്രകോപനം എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ല. തീവ്രവാദ ആക്രമണമാണോ, നീ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലോട്ട് ഡ്രോൺ അയച്ചുകൊണ്ടുള്ള ആക്രമണമാണോ എന്ന് അറിയത്തില്ല. ഏതായാലും തീവ്രവാദ ആക്രമണം ഇനിയും നടക്കും. കാരണം പാകിസ്ഥാന്റെ ഉദ്ദേശം കാശ്മീർ മൊത്തം അവരുടെ ആക്കുക എന്നുള്ളതാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇനി ഇന്ത്യക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും അവസാനത്തെ ചാൻസ് ആയിരുന്നു ഇപ്പോഴത്തെ. ഇനി കിട്ടണമെങ്കിൽ ഭൂമിദേവി തന്നെ പ്രസാദിക്കണം. അതായത് ഭൂമിയുടെ കര കടലാവുകയും കടല് കരയാവുകയും ചെയ്തൊരു പുതിയ ഭൂമി ഉണ്ടായാലേ കിട്ടും. കൂടാതെ വേറൊരു കാര്യം കൂടെ പുറത്ത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു, പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോകില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാനുമായിട്ട് സംസാരിച്ച് DGMO ലെവലിൽ സംസാരിച്ച് വെടി നിർത്തിയിരുന്ന അമേരിക്കയുടെ ഇടപെടലില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഇവിടെ വെളിച്ചത്ത് വരുന്ന ആദ്യം കേട്ട ന്യൂസ് ശരിയാണ്. അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സംസാരിച്ചത്. അത് ആണവ ഭീഷണിയാണ്. അതുകൊണ്ടാണല്ലോ വിദേശകാര്യ മന്ത്രാലയം ഇപ്പൊ പറയുന്ന പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോകില്ല. പക്ഷെ ഇവിടുത്തെ പരിതാപകരമായ കാര്യം, ആണവ ഭീഷണിക്ക് ഒരിക്കൽ വഴങ്ങിയതുകൊണ്ട് ദാറ്റ് ഹാസ് ബിക്കം എ പ്രസിഡന്റ്. ഇനിയുള്ള മുൻപോട്ടുള്ള എല്ലാ കാര്യത്തിലും അവർ ഈ ഭീഷണി മുഴക്കും. ഇത് മുളയിലെ നുള്ളേണ്ടത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലായിരുന്നു. അവർ മുഴക്കി, ഇപ്പം നമ്മളും അങ്ങോട്ട് ഭീഷണി മുഴക്കിയാൽ മതിയായിരുന്നു. അപ്പം അതിന് ധൈര്യം, വിൽ പവർ ഇല്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടരുത്. ഇപ്പം ഇസ്രായേൽ കഴിഞ്ഞ 1 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഇറാനിൽ അവർ പോയി ആക്രമിച്ചു, യമനിൽ പോയി ആക്രമിച്ചു അവരുടെ ഫൈറ്റർ പ്ലെയിൻ. പിന്നെ ലെബനനിലും ഗാസയിലും ഒക്കെ ആയിരക്കണക്കിന് ഏരിയൽ അറ്റാക്ക് നടത്തി. 10,000-ൽ കൂടുതൽ ഫ്ലൈറ്റ്സ് പലതവണയായിട്ട് പോയത്. ഒറ്റത്തവണ ഒരു വിമാനത്തെ പോലും വെടിവെച്ചിട്ട് ആർക്കും പറ്റിയില്ല. പക്ഷെ ഇന്ത്യയുടെ ഒരു മിറാജ് വെടിവെച്ചിട്ടെന്നാണ് പറയുന്നത്. ഏതായാലും അത് പാകിസ്ഥാനിൽ വീണിട്ടില്ല. അതാ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയില്ല. അപ്പം നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടായിട്ട് കാര്യമില്ല. ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഏകദേശം ഒരേ ആയുധങ്ങൾ തന്നെയാണ്, ഒരേ ക്വാളിറ്റിയിലുള്ളത്.
ആയുധം ഉപയോഗിക്കുന്ന ആളിൻ്റെ മേന്മയാണ് അവിടെ പ്രകടമാകുന്നത്. ഹൗ ബെസ്റ്റ് യു ക്യാൻ യൂസ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യത്തിലാണ്. ഇപ്പോൾ കളികളിലെ പോലെ ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിലും നമ്മളും കളിക്കുന്നുണ്ട്, പല രാജ്യങ്ങളും കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്താരാഷ്ട്ര ലെവലിലെങ്ങും എത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു നൈപുണ്യമുണ്ട്. ദാറ്റ് കംസ് ഫ്രം വൺ ഈസ് പ്രാക്ടീസ്, അനദർ ഈസ് ദ ഇൻ്റലിജൻറ്റ് ബിഹൈൻഡ് ദ പേഴ്സൺ. ഇതെല്ലാം കുറേ ട്രെയിനിങ് കൊണ്ട് അക്വയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എനിവേ, കാർഗിലും 1971 ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്ത യുദ്ധമൊക്കെ ചെയ്ത് ജയിച്ച് നമ്മളുണ്ടാക്കിയ ക്രെഡിബിലിറ്റി ഇപ്രാവശ്യത്തെ ഓപ്പറേഷനോടുകൂടി തീർന്നു. ഇനി ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങുന്ന രാജ്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ പറഞ്ഞു. ഇനി കേൾക്കുന്നവർക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം. നമ്മൾ ഒന്നിനോട് അലൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൈൻ ടുവേഴ്സ് സംതിങ് ആണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് അസസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് അലൈൻഡ് ആണ് നമ്മൾ, അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയും. ഒരു മതത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം, മതം പറയുന്നതെല്ലാം ശരിയാണ് നമ്മൾ വാദിക്കും. ഒരു വീട്ടിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്ത് അങ്ങനെ എൻ്റെ മകൻ അല്ലെ മകൾ ചെയ്യലാന്നും പറഞ്ഞ് നമ്മൾ വാദിക്കും. ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ ഇൻക്ലിനേഷൻ ടുവേഴ്സ് സംതിങ് മെൻ്റലി. നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വിത്ത് എവറിത്തിങ്. then we can think independently and assess things impartially. അതായത് deny everything to ourselves instead of denying nothing to ourselves. If we can deny everything, then you are absolutely mentally free to assess things impartially. So I leave it to you how to assess the Operation Sindoor. Thank you. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്.